ഗുഡ് മോർണിംഗ്. അങ്ങനെതാ ഒരോണം കൂടി എത്തി. ഓണം എന്ന് പറയുമ്പോഴേ രാവിലെ അത്തപ്പൂ ഇടുന്ന കാര്യം എനിക്ക് മനസ്സിൽ വരിക. വീട്ടിലാണെന്നെങ്കിലും അത് തന്നെയാണ് ഫസ്റ്റ് അത്തപ്പൂ, അതാണല്ലോ മെയിൻ. പിന്നെ ഇനി അമ്പലത്തിലേക്ക്. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇഡ്ഡലിയും ചട്നിയും അധികം ഹെവി ഒന്നും ആക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ്, കാരണം ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനുള്ളത് കൊണ്ട്. ഇനി ഇതാ റെഡിയായി ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാം. ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. സൂര്യൻ ദാ പതിവ് പോലെ എഴുന്നേറ്റ് വന്ന് നല്ല ഇറങ്ങും. ഇനി അമ്പലത്തിൻ്റെ സൈഡിലാണ് രസം. ദാ അവിടെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളും. അതിലൊന്ന് രണ്ട് പിക്ചർ ഞാൻ ആഡാക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ്. നല്ല വൈബാണ് കേട്ടോ അവിടെ. ആ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് കുറേ ഇടനാഴികളും. നമുക്ക് നല്ല രസമാണ് അവിടുത്തെ കുറേ ഫോട്ടോസ്. എൻ്റെ എനിക്ക് കുറേ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്ട്രീറ്റും രസമുണ്ട്. നമ്മൾ ആ ഗോൾഡ് സൂക്കിൻ്റെ ഒക്കെ ഏരിയയിലൂടെ വരുന്നവരാണ്. ആ ഒരു ഏരിയയിൽ ഓണത്തിൻ്റെ അന്ന് പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നാട് മിസ് ചെയ്തതേ ഇല്ല. ചുറ്റിന് നല്ല മുണ്ടെടുത്ത ചേട്ടന്മാരും സെറ്റ് സാരി എടുത്ത അമ്മമാരും കുഞ്ഞു പിള്ളേർ നല്ല എന്നുവെച്ചാൽ ചെറിയ കുട്ടികൾ വരെ നല്ല മുണ്ടൊക്കെ എടുത്ത് പട്ടാടൊക്കെ ഇട്ട്, അതും ഡിഫറെൻറ്റ് വെറൈറ്റി ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് അവർ വരുന്നത്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളത്. പിന്നെ അവിടെ കുറേ സ്പൈസി കടകളൊക്കെ ഉണ്ട്, അത്തർ കടകളുണ്ട്, പിന്നെ എന്താണ് കുറേ ഡ്രസ്സിൻ്റെ കടകളുണ്ട്. അങ്ങനെ ആ കടകളിലൊക്കെ ഇടയിലൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് പിന്നെ നേരെ ചെല്ലുമ്പോൾ അവിടെ ഒരു ലേക്കുണ്ട്. അവിടെയും ഭയങ്കര ഭംഗിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പം സമയം ഒട്ടും കളയാതെ ഞാൻ നേരെ പോവുകയാണ്. ഇതാ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നമ്മൾ സെറ്റായി, വേറെ ഡ്രസ്സിട്ടു. ഇനി സദ്യ എന്നുള്ളൊരൊറ്റ ഇത് മാത്രമായി ഞാൻ എന്താ പോവുകയാണ് സദ്യ കഴിക്കാൻ. ഇതായിരുന്നു ഈ വർഷത്തെ എൻ്റെ സദ്യ. അങ്ങനെ എല്ലാവരുടെ കൂടെ ആ ഫുഡൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. ഇനി തിരിച്ച് റൂമിലേക്ക്. അങ്ങനെ ഇത്രയുള്ള എൻ്റെ ഓണവിശേഷങ്ങൾ. താങ്ക് യു.